മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ദുർഗയിൽ നിന്നും ഉണ്ണിയിൽ നിന്നൊക്കെ മറച്ചു വച്ചിരുന്ന ആ ഒരു സത്യം ദുർഗയും ഉണ്ണിയും കണ്ടുപിടിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ കണ്ണന് വീൽ ചെയർ ഇല്ലാതെ നടക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു സത്യം ദുർഗയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ പ്രതാപൻ കണ്ണനെ വിളിച്ച് പല പ്രാവശ്യം സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കരുണയുടെ മുത്തശ്ശിയും ആ ഫോൺ വാങ്ങിയെടുക്കുന്നത് കൊണ്ട് തന്നെ കണ്ണന് സത്യങ്ങളൊന്നും മനസ്സിലാവണില്ല. അതുപോലെ തന്നെ കണ്ണൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ സംശയമുണ്ട്, ഇയാൾ എന്തിനായിരിക്കോ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണേ. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇയാളുടെ ശരീരത്തുണ്ടെന്ന് പറയണതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ വിളിക്കണേ. എന്തായാലും അയാളെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് കണ്ണൻ ഫോണെടുത്ത് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഈ പ്രതാപൻ്റെ വീട്ടിലാണ്. അങ്ങനെ കണ്ണൻ്റെ കോൾ കണ്ടതും മഹാലക്ഷ്മി കണ്ണേട്ടനാണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം മഹി ഇപ്പോൾ എവിടെയാണ്, അനന്തുവിൻ്റെ വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അവിടെയല്ല, ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് വരെ വന്നേക്കുക. എന്തായിരുന്നു കണ്ണേട്ട, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലടോ, എന്നെ ആ പ്രതാപം വീണ്ടും ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് സംസാരിക്കാൻ പറ്റണില്ല. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ കരുണയും അയാളുടെ അമ്മയൊക്കെ ചേർന്ന് ഫോൺ വാങ്ങിയെടുക്കുക. അതെന്തുകൊണ്ടാണ്, എനിക്ക് ആകെ കൂടി ഒരു സംശയം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ശരീരത്തുണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ എൻ്റെ അച്ഛനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛൻ്റെ ആത്മാവായിട്ടായിരിക്കും എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നുമല്ല, കരുണയുടെ അച്ഛന് തലയ്ക്ക് ഒട്ടും സുഖമില്ല, മുഴുത്ത ഭ്രാന്തായേക്കാം. ഇപ്പം അയാൾ എന്തൊക്കെയാണ് പറയണതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ എല്ലാവരോടും വളരെ മോശമായിട്ടാണ് സംസാരിക്കണം. അതുകൊണ്ട് കണ്ണേട്ടൻ അയാളെ കാണാനായിട്ടൊന്നും വരണ്ടെന്ന് പറയുമ്പം ഈ കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും അയാൾ എന്നെ വിളിക്കണതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമല്ലോ. അത് മാത്രമല്ല മഹി, അയാൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കരുണയുടെ മുത്തശ്ശിയും ചേർന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. അതെന്തിനാ, അയാൾ എന്നോട് എന്തെങ്കിലും പറയണേന് അവർക്കെന്താ പ്രശ്നം? ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയാൾ വിളിച്ചാൽ കണ്ണേട്ടൻ ഫോൺ എടുക്കുമൊന്നും വേണ്ട, അയാൾ കണ്ണേട്ടനെ ചതിക്കാനായിരിക്കും എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചതിക്കാനാണെങ്കിൽ കരുണയും അയാളുടെ അമ്മയൊക്കെ അയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന കൂട്ടത്തിലല്ലേ, പിന്നെ എന്തിനാ അവർ ഫോൺ വാങ്ങിയെടുക്കണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല മഹി എന്ന് പറയുമ്പം തൽക്കാലം കണ്ണേട്ടൻ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കണ്ട, സമാധാനമായിട്ട് അവിടെ ഇരുന്നാൽ മതി. ഇനിയിപ്പോൾ അതും പറഞ്ഞ് അയാളെ കാണാനായിട്ടൊന്നും കണ്ണേട്ടൻ പോകണ്ട കേട്ടോ എന്ന്. എന്നാൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഫോൺ വെച്ചതും മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, കണ്ണേട്ടനെ വിളിച്ചത്, കരുണയുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, സത്യങ്ങൾ പറയണമെന്നാണ് പറയണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളേന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല അമ്മേ, ഇനിയിപ്പോൾ കണ്ണേട്ടൻ എങ്ങാനും ഈ സത്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല. ആദ്യം തന്നെ എനിക്കിത് അറിയായിരുന്നു എന്ന് എനിക്ക് കണ്ണേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാനാണ് ആ അപകടത്തിൻ്റെ ദൃക്സാക്ഷി എന്ന് അറിഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ എങ്ങനെ കാണുമെന്നും പറയാൻ പറ്റില്ല. ഞാൻ ലേഖയോടും അനന്തവേട്ടനോടും പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് തൽക്കാലം കണ്ണേട്ടൻ സത്യങ്ങളൊന്നും അറിയണ്ട, പിന്നെ അറിയുമ്പോൾ അറിയട്ടെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കണ്ണേട്ടനോട് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന്. ഈ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ വലിയൊരു കുരുക്കിലല്ല മോളെ പെട്ടേക്കണേ, ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. ഈ ഒരു കാര്യം കണ്ണനോ ഉണ്ണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം പോകും. എന്തായാലും 7 മാസത്തെ ചടങ്ങ് കഴിയുന്നത് വരെയും ഈ വിവരം ആരും അറിയാതെ നമ്മൾ നോക്കണം അമ്മയെന്ന്. അങ്ങനെ മോഹിനിയും മഹാലക്ഷ്മിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കരുണ വരുന്നുണ്ട്. കരുണ വന്നതും മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം അമ്മയുടെയും മോളുടെയും ഭീഷണിയൊക്കെ മാറിയോ? ഇനിയിപ്പോൾ സത്യങ്ങൾ കണ്ണേട്ടനും ഉണ്ണിയേട്ടനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല, അത് ഇവൾക്കും ദോഷം ചെയ്യും, എന്നേക്കാളും കൂടുതൽ ഇവൾക്കായിരിക്കും ദോഷം ചെയ്യണത്. കാരണം ഇവള് ആ അപകടത്തിന് ദൃക്സാക്ഷിയാണ്. എന്നിട്ട് ഇത്രയും നാളും ഇവള് വലിയ വിശ്വസ്തയാണെന്ന് പറഞ്ഞ് നിന്നിട്ട് കണ്ണേട്ടനിൽ നിന്നും ആ സത്യങ്ങൾ ഇവൾ മറച്ചു വെച്ചതിന് എന്തായാലും കണ്ണേട്ടന് ഇവളോട് ക്ഷമിക്കാൻ പോണില്ല എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം ഓർത്തിട്ടല്ല അത് കണ്ണേട്ടനിൽ നിന്നും മറച്ചു വെച്ചത്, ഞാൻ നിൻ്റെ ജീവിതം ഓർത്തിട്ടാണ്. സ്വന്തം അച്ഛനെ കൊന്നയാളുടെ മകളാണ് നീ എന്നറിഞ്ഞാൽ ഉണ്ണിയും നിന്നെ അംഗീകരിക്കില്ല. അതുപോലെ സ്വന്തം ഭർത്താവിനെ കൊന്നയാളുടെ മകളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ ഉണ്ണിയുടെ അമ്മയ്ക്കും പറ്റില്ല. നിങ്ങളുടെ ജീവിതം നഷ്ടമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സത്യങ്ങൾ ആരോടും പറയാണ്ടിരുന്നത്. അന്നേരം കരുണ പറയുന്നുണ്ട്, എന്നിട്ടിപ്പോൾ എല്ലാം വെളിവാവാൻ പോകുമല്ലേ, അച്ഛൻ എന്തായാലും ഇത് കണ്ണേട്ടനെ ഉണ്ണിയേട്ടനെ അറിയിക്കും എന്നുള്ള വാശിയില്ല, ഇനിയിപ്പോൾ നമുക്ക് അച്ഛനെ തടയാനും പറ്റില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് കാലത്തേക്കെങ്കിലും ആരും ഈ സത്യങ്ങൾ അറിയരുത്, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് പറയുമ്പോൾ മോഹിനി കരുണയോട് പറയുന്നുണ്ട്, അത് ലക്ഷ്മി മോൾ പറഞ്ഞത് നേരാ, ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് മോൾക്ക് തന്നെയാണ്. പിന്നീട് നമ്മളുടെ പ്രതാപനാണെങ്കിൽ
റൂമിൽ കിടന്നിട്ട് ലക്ഷ്മി മോളെ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി അയാൾ എന്തിനാ എന്നെ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ മോളെന്തായാലും ഒന്ന് ചെന്ന് നോക്കുമെന്ന് പറയണം. അങ്ങനെ ഈ മഹാലക്ഷ്മി റൂമിലേക്ക് ചെല്ലുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ മോളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അന്ന് തന്നെ മോളെയും കണ്ണനെയും ഞാൻ കൊല്ലാനായിട്ട് വന്നതാണ്. എന്നിട്ട് ആ വിശ്വനാഥനെ എന്നെ അതിൽ നിന്നും തടഞ്ഞത്. അതുമാത്രമല്ല, എനിക്ക് കണ്ണനോട് സത്യങ്ങൾ പറയണം. അതിന് മോളെങ്കിലും എന്നെ സഹായിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റില്ല മോളെ. ആ വിശ്വനാഥൻ സമ്മതിക്കില്ല എന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, തൽക്കാലം ഈ സത്യങ്ങൾ ആരും അറിയരുത്. അങ്ങനെ സത്യങ്ങൾ ഉണ്ണിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണയുടെ ജീവിതം തകരുമെന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ അതൊന്നും വിഷയമേ അല്ല. പ്രതാപൻ പറയുന്നുണ്ട്, ആരുടെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ വിശ്വനാഥനോട് വലിയ തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് എനിക്ക് തിരുത്തണം. എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം കണ്ണനെ അറിയണം. ഇല്ലെങ്കിൽ എൻ്റെ വിശ്വനാഥൻ സങ്കടപ്പെടുമെന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഹനെയാണ്. ലേഹയാണെങ്കിൽ മഹി പോയിട്ട് കുറേ സമയമായല്ലോ, ഇതുവരെ കാണുന്നില്ലല്ലോ, എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ മഹി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ലേഹ വന്ന് വാതിൽ തുറക്കുമ്പോൾ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ മുഖമൊക്കെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ലേഹയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പ്രതാപൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ലേഹ, എന്താ മഹി, എന്ത് പറ്റി, നീ എന്താ ആകെ വല്ലാണ്ടിരിക്കണേ, എന്തെങ്കിലും സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ലേഹ, അവിടെ കരുണയുടെ അച്ഛനാണെങ്കിൽ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കണ്ണേട്ടനോട് സത്യങ്ങൾ പറയണം എന്നുള്ള വാശിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട്, ഒരിക്കലും കണ്ണേട്ടൻ സത്യങ്ങൾ അറിയാൻ പാടില്ല. അന്ന് ആ ആക്സിഡൻറ്റിന് ദൃക്സാക്ഷി മഹിയാണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ണേട്ടന് മഹിയോട് പൊറുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം കണ്ണേട്ടൻ്റെ അച്ഛനെ അത്രയ്ക്ക് ജീവനായിരുന്നു. ഇപ്പോഴും കണ്ണേട്ടൻ്റെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ സങ്കടപ്പെടുന്നത് മഹി കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഹേ, എനിക്കതൊക്കെ അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും ലേഹേ, എന്തായാലും കണ്ണേട്ടന് അധികം വൈകാതെ തന്നെ സത്യങ്ങൾ അറിയുമെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അറിയുമ്പോൾ അറിയട്ടെ, ഇനിയിപ്പോൾ മഹി അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട. എന്തായാലും മാർക്കോയ്ക്കും എനിക്കും അനന്തുവേട്ടനൊക്കെ സത്യങ്ങൾ അറിയാലോ. കണ്ണേട്ടനെ അറിഞ്ഞാലും എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ഒരുപാട് സമയമായല്ലോ ഇങ്ങനെ ഇരിക്കണു, എന്തായാലും ഒന്ന് വെളിയിൽക്കൂടെ ഇറങ്ങി നടക്കാം, ഇപ്പോൾ ആരും കാണുമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വീൽ ചെയർ അവിടെ വെച്ചിട്ട് തന്നെ റൂമിൻ്റെ പുറത്തുള്ള ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദുർഗയും ഉണ്ണിയും ഈ 7-ാം മാസത്തെ ചടങ്ങ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ചർച്ചയിലാണ്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ ഒരിക്കലും ആ ചടങ്ങ് നടക്കാൻ അനുവദിക്കരുത്. ഇപ്പം കരുണയ്ക്കാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരമില്ല. അവളെപ്പോഴും അവളുടെ അച്ഛനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കണുള്ളൂ. എന്നാലും കരുണമോൾക്ക് ഇതെന്ത് പറ്റിയിടാ, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമെന്ന് പറഞ്ഞാൽ അവൾ ആ ചടങ്ങ് പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് നമ്മളുടെ പുറകെ നടക്കണമെന്നല്ലേ. ഇതിപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല അവൾക്ക് അവളുടെ അച്ഛൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവളുടെ അച്ഛൻ 2 പ്രാവശ്യം കണ്ണേട്ടനെ വിളിച്ചു എന്നും കണ്ണേട്ടനെ ഇവിടെ പറയണേ കേട്ടു. ഇനിയിപ്പം അവളുടെ അച്ഛൻ തന്നെയായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നേന്ന് വയ്ക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ, അതിന് പ്രതാപന് നിൻ്റെ അച്ഛനെ പരിചയം പോലുമില്ല, പിന്നെ എന്തിനാ കൊല്ലണേന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയെന്ന് പറഞ്ഞിട്ടാ എനിക്ക് സംശയം തോന്നി. അതുമാത്രമല്ല, നമ്മൾ പല പ്രാവശ്യം അയാളെ കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ടും ഈ കരുണയാണെങ്കിൽ അതിന് സമ്മതിക്കണമില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ്. എന്തായാലും ഞാൻ അധികം വൈകാതെ അത് കണ്ടുപിടിക്കും. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇപ്പോൾ അതൊന്നും അല്ല നമ്മളുടെ വിഷയം, എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങ് മുടക്കണം. അതുമാത്രമല്ല, ആ ചടങ്ങ് നടന്നെങ്കിൽ തന്നെ ആ ചടങ്ങിൻ്റെ ഇടയ്ക്ക് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല. അന്ന് തന്നെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് അവർക്ക് വിഷം കൊടുത്തതല്ലേ, എന്നിട്ടും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അതേസമയം ആ വിഷം കഴിച്ച കരുണയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഇതെന്തൊരു കഷ്ടകാലം എൻ്റെ ഭഗവാനെ, അവനെയും അവളെയും കൊല്ലാൻ പോയ ആ പ്രതാപനാണെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിലായി. നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഒരനക്കവും ഇല്ലാണ്ട് ഇപ്പോഴും കോമാ സ്റ്റേജിൽ തന്നെ കിടക്കുക. പിന്നെ വാമേട്ടനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, വാമേട്ടനിപ്പോൾ ഒന്നിനുള്ള ധൈര്യവും ഇല്ലയെന്ന്. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അവനോടൊന്ന് സംസാരിക്കാടാ, ഞാൻ ഈ ചായ കൊണ്ട് അവന് അടുത്തേക്ക് പോവാം, നീയും എൻ്റെ കൂടെ പോരേന്നും പറഞ്ഞു ഉണ്ണീനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്താണ് ഈ ദുർഗയും ഉണ്ണിയും കൂടി റൂമിലേക്ക് വരുന്നത്. റൂമിൽ വരുന്ന സമയത്ത് ഡോറ് തുറന്ന് നോക്കുമ്പം കണ്ണനെ അവിടെ കാണില്ല. പക്ഷേ കണ്ണൻ്റെ വീൽ ചെയർ അവിടെ ഇരിക്കണം കാണുമ്പോൾ ഈ ദുർഗയും ഉണ്ണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട്
ഉണ്ണി ചോദിക്കുന്നുണ്ട്, വീൽ ചെയർ ഇവിടെ ഉണ്ടല്ലോ, കണ്ണേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ അവനെങ്ങാനും നടന്നു തുടങ്ങിയോടെ മോനെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നുമില്ല, എന്നാലും പിന്നെ അവൻ എവിടെ പോയി, വീൽ ചെയർ ഇല്ലാതെ അവനക്ക് എങ്ങും പോകാൻ പറ്റില്ലല്ലോ, എന്തായാലും നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ദുർഗയും ഉണ്ണി റൂമിലേക്ക് കയറുമ്പം റൂമിലൊന്നും കണ്ണനില്ല. സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദുർഗയും ഉണ്ണിയും റൂമിൽ വന്ന് നിൽക്കുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ ആകെ പെട്ടല്ലോ ഭഗവാനെ, ഇനി എങ്ങനെ രക്ഷപ്പെടും, ഇവർക്ക് സത്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കണ്ണൻ നടന്നു തുടങ്ങിയെന്നുള്ള സത്യങ്ങളൊന്നും ദുർഗ ഉണ്ണി മനസ്സിലാക്കൂല. കാരണം വേറൊന്നുമല്ല, അതിനു മുമ്പായിട്ട് കണ്ണൻ എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ച് അവരെ വീണ്ടും വിഡ്ഢികളാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.